ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള കേരള PSCയുടെ എക്സാം എഴുതുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക്. അപ്പൊ നമുക്കിനി 37 ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. 3 സബ്ജക്ട്സ് ഉണ്ട്, മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. അപ്പൊ ഇന്നും കൂടെ കുട്ടികളുമായിട്ടുള്ള ഒരു ഇന്ററാക്ഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും 37 ഡേയ്സും നിങ്ങൾക്ക് എക്സാമിന് ബാക്കി ഉണ്ടായിട്ടും ഇത് നമ്മളെ കൊണ്ട് നടക്കൂല എന്ന രീതിയിൽ ആണ് എല്ലാവരുടെയും ഒരു തോട്ട്. ഞാൻ പറഞ്ഞോട്ടെ, 2 വീക്സ് മതി ഈ ഒരു സിലബസ് വെച്ചിട്ട് നിങ്ങൾക്ക് കേരള PSC ക്രാക്ക് ചെയ്യാനായിട്ട്. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ മെറ്റീരിയൽസ് വാങ്ങി പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ എനിക്ക് ഉറപ്പാണ് 2 ആഴ്ച കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചാൽ അവർക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളുടെ എഫേർട്ട് ഇടണം, അല്ലാതെ ചുമ്മാ ഒന്നും നടക്കില്ല. സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ചെറിയൊരു സപ്പോർട്ടാണ് നമ്മൾ ഈ ചാനൽ വഴി ചെയ്യുന്നത്. അപ്പൊ ഞാനിങ്ങനെ ചെയ്യുമ്പോൾ എന്റെ കൂട്ടുകാരും അതുപോലെ തന്നെ പലരും എൻ്റെ അടുത്ത് ചോദിക്കേണ്ടായി, എന്തിനാണ് ഇങ്ങനെ എന്താ പറയാ ഇത്രയും വില കുറവിലും അതുപോലെ തന്നെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിഞ്ഞാൽ കോംപ്ലിമെന്ററി ആയിട്ടും വേറെ കുറെ മെറ്റീരിയൽസും കൊടുക്കുന്നു, നിങ്ങൾക്ക് ഇതങ്ങ് ഒരു പെയ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നിലെ ലോജിക്ക് ഇത്രേ ഉള്ളൂ. നമ്മുടെ പ്രാഞ്ചേട്ടൻ സിനിമയില് മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നമ്മള് ജയിക്കാത്തടത്ത് വേറൊരാള് നമ്മൾ കാരണം ജയിക്കുകയാണെങ്കിൽ അത് നമ്മുടെ വിജയം തന്നെയാണ്. അത്ര തന്നെയുള്ളൂ ഇതിൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഒരു 11 വീക്സ് 11 മൊഡ്യൂൾസ് എന്ന മിഷൻ ആയിരുന്നു പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ ഇനിയും വൈകിട്ടില്ല. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്റെ വീഡിയോസ് കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽസ് വായിക്കണം. ദെൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം MCQs ആൻസർ ചെയ്ത് നോക്കണം. നിങ്ങൾ പഠിച്ചിട്ടുള്ള മെറ്റീരിയൽസിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ്സ് കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ MCQസിന്റെ അതായത് ക്വസ്റ്റ്യൻ ബാങ്ക് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് റിവിഷൻ ചെയ്യണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. റിവൈസ്. ആ ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ സൂപ്പർ ക്യാപ്സ്യൂൾ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിലി റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടന്റ്സ് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സൂപ്പർ ക്യാപ്സ്യൂൾസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഞാൻ ഇങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. നിങ്ങൾ വീഡിയോ കാണുന്നു, സ്റ്റഡി മെറ്റീരിയൽ വായിക്കുന്നു, MCQ ആൻസർ ചെയ്ത് നോക്കുന്നു, ദെൻ ക്യാപ്സ്യൂൾസ് നിങ്ങൾ ഡെയിലി റിവിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് നിങ്ങൾ ഈ 37 ഡേയ്സ് ചെയ്ത് നോക്കിയേ. പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം, ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഇതൊരു ഹെക്ടിക് ആണ്. ആഫ്റ്റർ വർക്ക് ഇത് ചെയ്യുക, വീട്ടിലെ കാര്യങ്ങളും ഇതും എല്ലാം ചെയ്യുക എന്ന് പറയുന്നത്, ഐ അഡ്മിറ്റ് ദാറ്റ് ഇറ്റ്സ് റിയലി ഹെക്ടിക്. ബട്ട് എന്താ പറയുക, ഇനി ഒരു 37 ദിവസം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തേ പറ്റൂ. എന്റെ ഈ കണ്ടന്റ്സും വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇത് കിട്ടണം എന്ന് തന്നെയാണ് എനിക്ക് 100%, 101%, 1000% എനിക്ക് പിന്നെ ആഗ്രഹമുള്ളത്. നിങ്ങൾ തന്നെ തീരുമാനിക്കണം. ഇന്ന് ടയർഡാണ്, നാളേക്ക് നോക്കാന്നുള്ളത് വെച്ച് കഴിഞ്ഞിട്ട് സംഭവം നീണ്ടു പോകത്തേ ഉള്ളൂ. നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ. 37 ഡേയ്സ് നിങ്ങൾക്ക് ഇത് വേണം എന്നുണ്ടെങ്കിൽ അതെല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. മെറ്റീരിയൽസ് ഇനിയും വാങ്ങിച്ചിട്ടില്ലാത്തവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ നടക്കട്ടെ കാര്യങ്ങൾ. Bye for now.